അപ്പോൾ ഗൈസ്, ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂറിങ് വിഞ്ചിൻ്റെ ബ്രേക്ക് ലൈനിങ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അസംബ്ലി കയറ്റണതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ മൂറിങ് വിഞ്ച് എന്ന് പറയുന്നത്. ഈ മൂറിങ് വിഞ്ച് ഷിപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അപ്പോൾ ഈ മൂറിങ് വിഞ്ചുമ്പോൾ കോയിൽ ചെയ്ത് വെച്ചേക്കണ റോപ്പാണ് ഈ കാണുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഷിപ്പ് അലോങ് സൈഡ് പോകുന്നത്. ഈ റോപ്പ് ഇങ്ങനെ കെട്ടി ടൈറ്റ് ചെയ്ത് ഈ ഡ്രമ്മും മോട്ടർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് പതുക്കെ ഷിപ്പ് അലോങ് സൈഡ് പോകും. ഇങ്ങനെ 4 സെറ്റ് റോപ്പുകളാണ് ഈ ഷിപ്പിനുള്ളത്. 8 സെറ്റ് 10 സെറ്റ് വരെ റോപ്പുകൾ ബാക്ക് ഭാഗത്ത് മാത്രം ഉണ്ടാവും ചില ഷിപ്പുകളത്. അത് ഷിപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ മൊത്തം സിസ്റ്റം. ഇതൊരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നിങ്ങൾ 2 റോപ്പ് സെറ്റ്. ഒരു മോട്ടർമാണാണ് 2 സെറ്റുകളായിട്ട് ഇങ്ങനെ റോപ്പ് ഡിസ്ട്രിബ്യൂട്ട് അയക്കുന്നത്. ഇനി ഈ റോപ്സ് റൈറ്റ് സൈഡിൽ കാണുന്നത് അടുത്ത സെറ്റ് ഓഫ് മൂറിങ് വിഞ്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈനിങ് പറഞ്ഞത്. ഈ ബ്രേക്ക് ലൈനിങ് ആണ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ചേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇത് അടിഭാഗമാണ് സെറ്റ് നിങ്ങൾ അവിടെ കണ്ടത്. ഇത് അതിൻ്റെ ടോപ്പ് പോർഷനാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ലെഗ്സാണ്, അതിൻ്റെ ടൈറ്റ് ചെയ്യണ അസംബ്ലിയാണ്. ഈ കാണുന്നതൊക്കെ റീകണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്കിത് ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇത് തിരിക്കുമ്പോൾ ആ ബ്രേക്ക് ഇങ്ങനെ ടൈറ്റായി കംപ്രസ്സായിട്ട് അത് മൂറിങ് വിഞ്ച് സ്റ്റോപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയണത്. ആ ഭാഗം കംപ്രസ്സായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ കാണിക്കാം. അങ്ങനെ കാണിക്കാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം അത് എങ്ങനെയാണ് അത് ഫിക്സിങ് ചെയ്യണമെന്ന്. ഇവിടെ നിന്നാണ് നമ്മൾ അത് ഊരിയെടുത്തുന്നത്. ഇനി നമ്മളിവിടെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ആ മെറ്റലിൻ്റെ പോർഷൻ കണ്ട അവിടെയാണ് ഈ ബ്രേക്ക് ലൈനിങ് വന്നിട്ട് പിടിക്കണത്. പണ്ട് ഈ സൈക്കിളിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇങ്ങനൊരു ബ്രേക്കിൻ്റെ ഒരു സാധനം ഉണ്ടാവും, അതിങ്ങനെ ഒന്ന് ആവണം ടൈപ്പ് ഒരു ഇതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് വർക്കിങ്ങിൻ്റെ മെയിൻ തിയറി. അതാണ് ഉള്ളിലുള്ള തിയറി. ഇതാണ് ഗിയർ പോർഷൻ എന്ന് പറയണത്. പക്ഷേ മോട്ടറും വന്ന് ഗിയർ വെച്ചിട്ട് ഈ ഗിയറിങ് കണക്ട് ചെയ്യുമ്പോഴാണ് അത് മൂറിങ് വെച്ച് റൊട്ടേറ്റ് ആവുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക് ലൈനിങ് മോൾ ഭാഗത്ത് ഫിക്സ് ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ആ പിന്നിടെന്ന് പറയണത് അതിൻ്റെ അടിഭാഗത്തെ ലൈനിങ്ങും മോൾ ഭാഗത്ത് വെച്ചേക്കണ ലൈനിങ്ങും കൂടിയും പിന്നിൽ നിന്ന് കണക്ട് ചെയ്യണ ഒരു പിന്നാണ് ഞങ്ങളവിടെ വെക്കാൻ ശ്രമിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല, കാരണം ഈ 2 പോർഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. അത് ഇതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ പിന്നിടുന്ന ഭാഗത്തേക്ക് ശരിക്കും കൃത്യമായിട്ട് വരണം, എന്നാലേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. പിന്നും ശരിക്കും കൃത്യ സൈസാണ്, അധികം ചെറിയ ഇതല്ല. അപ്പോൾ അത് എളുപ്പമല്ല, അത് കുറച്ച് സമയം എടുക്കും അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 2ാമത്തെ എൻജിനീയറാണ് അവിടെ നിൽക്കുന്നത്. ആളാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫിക്സ് ചെയ്യണത്. അതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കണം. എന്നിട്ട് വേണം ഈ സംഭവം അതിൻ്റെ ഉള്ളിൽ പോവുള്ളൂ. ഇപ്പം ന്യൂലി പെയിൻറ്റഡ് ആണ് ഈ സെറ്റ്. അപ്പോൾ അതുപോലത്തെ പെയിൻറ്റ് ഇത്തിരി കളയാണ് ആൾ. ഇങ്ങനെ പെയിൻറ്റ് കളഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണുള്ളൂ. അത്രയും പെയിൻറ്റിൻ്റെ കട്ടി ആ തിക്നെസ് പോലെ അതിന് ബുദ്ധിമുട്ടാണ് ശരിക്കും. കണ്ട ഈ ഭാഗമാണ് ഞാൻ പറയണത്. ഈ അടിഭാഗം മുകളിലേക്ക് ഇങ്ങോട്ട് വരണം. ആ ഹോളിലേക്ക് ഇങ്ങോട്ട് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഈ കാണുന്ന പിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിലും കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കളയണം ശരിക്കും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. അത്രയും പക്ക സൈസിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഇതാണ് ഈ പിൻ എന്ന് പറയണത്. കണ്ടോ, ഇപ്പോൾ 2നുള്ളിലും ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും നമുക്കൊന്ന് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ എവിടെ വരെ പോകുന്ന കാര്യങ്ങൾ. ഞാനെന്തായാലും ഈ സൈഡിലേക്ക് തന്നെ വന്നു. ഇനി അവിടെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ട്രൈ ചെയ്യാണ്. കാരണം ഞാനിവിടെ നിന്നിട്ട് അത് മുകളിലേക്കും വഴിയിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞാനിവിടെ ചെയ്യണത്. ഒരാൾക്ക് മാത്രമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മുകളിലേക്ക് അടിയിലേക്ക് ഇങ്ങനെ തള്ളി വെക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു
പൊസിഷൻ ഇരിപ്പ് ശരിയാവുള്ളൂ. എൻ്റെ ഇരിപ്പ് വശം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ലെഗ്സാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇനി ഓരോന്നായിട്ട് ഊരിയെടുക്കാം. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ഊരിയെടുത്ത് നമ്മൾ അതമിക്ക് ഇങ്ങനെ കയറ്റും. എന്നിട്ട് ഓരോ പോർട്സ് കണ്ട അതിൻ്റെ 2 സൈഡിലും ഹോളുകൾ കണ്ട, ഹോളിലേക്ക് പിന്നിലേക്ക് അതിലേക്ക് പിൻ കയറ്റി നമ്മൾ ഓരോന്ന് ടൈറ്റ് ചെയ്ത് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുകയാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ കാണുന്ന പോലെയല്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഭയങ്കര ഹെവിയാണ്. കാലുമിക്കൊക്കെ വീണ കാലിൻ്റെ എല്ലാം ഒടിയും. അത്ര ഹെവിയാണ് ഓരോ ലെഗ്സ്. ഇവിടെ പിന്നെ എല്ലാ സംഭവങ്ങളും ഭയങ്കര ഹെവിയാണ്. ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു സംഭവമേ ഷിപ്പിലില്ലല്ലോ. അപ്പം ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇനി അവിടെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ഇതെല്ലാം ഉച്ചകഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴേക്കും തീർക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും ഈ പരിപാടി. അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കാണുന്നത്. ആട് മറ്റേതിൻ്റെ പിന്നുള്ളിൽ വെക്കുന്ന ഒരു സേഫ്റ്റി പിൻ ഉണ്ട്. ആ സേഫ്റ്റി പിൻ നമ്മുടെ കയ്യിൽ വളരെ കുറവാണ്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പിൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം എല്ലാം ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് സംഭവം ഉണ്ടാക്കിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ ഉള്ളിലിരുന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് മറ്റേ സൈഡിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ഒരു വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് പരിപാടി സോൾവ് ചെയ്യാമെന്നാണ് ആളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഒരു ഇതെല്ലാം അങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഹോളില്ലേ, ഹോളൊന്ന് ക്ലിയർ ചെയ്യണം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഈ ഞാൻ പറഞ്ഞ സേഫ്റ്റി പിൻ പോലത്തെ സംഭവമല്ലേ, സേഫ്റ്റി പിന്നല്ല, അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിൻ അത്രേ ഉദ്ദേശിക്കണുള്ളൂ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് തിന്നർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യണത്. ഇത് ക്ലീൻ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ വലിയ പിൻ പോവില്ല. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും അതിൽ തിരിച്ചിടുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ. അല്ലാണ്ട് പഴയ പോലെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മളിതിൻ്റെ എന്നിട്ട് റീകണ്ടീഷനിങ് നടത്തുന്ന ഒരു അർത്ഥമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളാണെങ്കിൽ മറ്റേ പിന്ന് സ്ട്രെയിറ്റായി പഴയ പിന്നുകൾ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റാക്കി കണ്ടീഷൻ ചെയ്യലാണ് ആൾ ചെയ്യണത്. കാരണം പിന്നെ നമുക്ക് ഷോർട്ടേജ് ഉണ്ട്. നമ്മുടെ ഷിപ്പിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 4 മാസമാണ് അതിൻ്റെ ഇത് കൊടുക്കുന്നത്. അതായത് റിക്വസിഷൻ എന്ന് പറയും. നമുക്ക് ഷിപ്പിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം, അത് ചീഫ് ഓഫീസറാണ് ഡെക്കിലുള്ള എല്ലാ മെഷീനറി, എല്ലാ സംഭവങ്ങളും, മെഷീനറി മാത്രമല്ല ഡെക്കിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങളുടെ നമുക്ക് എന്തെല്ലാം വേണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അത് കമ്പനിക്ക് അയച്ചു കൊടുക്കും. കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ കമ്പനി ഒരു വർഷത്തിൽ 4 തവണയാണ് അത് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുവിധം കമ്പനിയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ 3-4 മാസത്തേക്കുള്ള സംഭവങ്ങൾ ആദ്യം അയക്കുക ഒരു കമ്പനി. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ സ്പെയർ കിട്ടുക ഷിപ്പിന്. ഇതിപ്പോൾ ആ പിന്നിൻ്റെ സൈഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനൊന്ന് തിക്നെസ് കുറച്ചിട്ട് നമ്മൾ വേറെ ഒന്ന് യൂസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഇത്തിരി കൊണ്ട് സൈസ് കൂടിയ പിന്നാണ്. ഈ പിന്നിവിടെ നമ്മളിങ്ങനെ ഇട്ടൊന്ന് നോക്കണം ആ ഹോളിലേക്ക് പോകണ്ടോന്ന്. എന്തായാലും ഈ കയറൊക്കെ ഇനി അയക്കുക, ഇനി ഇതൊന്നും ആവശ്യമില്ല. അത് ഹോൾഡ് ആയിട്ടുണ്ട്. ഹാൻഡിൽ ഭയങ്കര വെയിറ്റ് ആയിട്ടാണ്, അത് കുറേ നേരം പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഐഡിയയിലാണ് ഞാനതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിൻ്റെ ഒരു സ്ലിങ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാം അത് ഹാൻഡിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു സമാധാനം. അല്ലാന്ന് വെച്ചാൽ അതും തൂക്കി പിടിച്ച് നിൽക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഒരൊറ്റ ലെഗും കൂടിയുള്ളൂ പിടിപ്പിക്കാൻ. അപ്പോൾ ഈ പിന്ന് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആൾ കയറ്റി. പക്ഷെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ നടുവിൽ വെക്കണ ഒരു സാധനം ഉണ്ട്. അത് തന്നെ എത്ര നേരം ക്ലീൻ ചെയ്തത്, ആ സാധനം ആൾ ഇട്ടില്ല.
അപ്പം ആൾ പറയാ ഭയങ്കര എളുപ്പത്തിൽ കയറിപ്പോയില്ലോ എന്ന്. എളുപ്പത്തിൽ കയറിപ്പോയി കാരണം എൻ്റെ ഉള്ളിലിടേണ്ട സാധനം ഇട്ടില്ല, ഇനിയിപ്പം അതും കൂടി ഇടാം. അപ്പം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഇടാൻ. പക്ഷെ അത് അതാ കൃത്യമായിട്ട് അതിൽ കയറി പാക്കാവും. അപ്പോൾ നമ്മൾ അതിട്ട് കഴിഞ്ഞു. ഇനി പിന്നാണ് നമ്മൾ ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക്, ആ സേഫ്റ്റി പിൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ശരിക്കും എല്ലാം ഇങ്ങനെ കറക്റ്റ് സൈസിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. പക്ക മെറ്റലാണത്. അപ്പോൾ നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ കുത്തിയിടുന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് പോയിന്റിൽ വരുത്തണം. അതാണ് അതിൻ്റെ ടൈമിങ്ങിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. 5 മണിയാകുമ്പോഴേക്കും പരിപാടി തീർക്കണം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. അതാണ് നമ്മുടെ ടെൻഷൻ. അപ്പോൾ ആളിങ്ങനെ അത്രയും ചെയ്യാൻ പറ്റാവുന്ന സ്പീഡിൽ ഇങ്ങനെ ആളിങ്ങനെ ചെയ്യാണ്. എന്തായാലും പതുക്കെ കയറുന്നുണ്ട് സംഭവം. ചെറിയൊരു ആശ്വാസമുണ്ട്. ഹാമർ ചെയ്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കേട്ടാണ്. ഇനിയിപ്പോൾ അതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ജോബ് ഇവിടെ കഴിഞ്ഞു. അപ്പം നമ്മളത് നിങ്ങൾ ആ കണ്ട ലെഗ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരാം. ആ ലെഗ്സാണ് അവിടെ നിന്ന് നിങ്ങൾ കാണുന്നത്. ഹാൻഡിലും ഒന്ന് വന്ന് അടിയിലേക്ക് ഇങ്ങനെ പോണ ഒരു കൺസ്ട്രക്ഷൻ. ആ അസംബ്ലി യൂണിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇപ്പം ആ സേഫ്റ്റി പിന്നിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി വെക്കുകയാണ്. അല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഊരിപ്പോവില്ല, എന്നാലും നമ്മളത് അങ്ങനെ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് ടൈറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഒരു ബോൾട്ട് ഉണ്ട്, അത് ഒരു അഡ്ജസ്റ്ററാണ്. അത് ബ്രേക്കിംഗ് പാഡിൻ്റെ. ആ ബ്രേക്കിംഗ് പാഡ് നമ്മളിപ്പോൾ ഒന്ന് ഫുള്ള് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം ആ നട്ടും ബോൾട്ടും അവിടെ ഒരു വട്ടം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അത് ഒരു വട്ടം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുള്ളൂ, പിന്നെ അമ്മ തൊടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് തുരുമ്പെടുക്കും. എന്നിട്ട് അവസാനം പിന്നെ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ പണിയാവാത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റമൊക്കെ. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തു, ലൂസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. അത് അവിടുത്തെ പിന്നിലത്തെ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൈറ്റാക്കി ഒന്നുകൂടിയും പിന്നെയും ലൂസാക്കി തിരിച്ച് കയ്യിൽ ഉപ്പാള ഇറക്കൂട്ടാ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ഇപ്പോൾ തിരിയുന്നുണ്ട് സംഭവമൊക്കെ. എന്തായാലും സമയം 4 അരമണിക്കൂറും കൂടി ഉണ്ട്. ഇതിലെല്ലാം സെറ്റാകണം. റോപ്പൊക്കെ എന്തായാലും ഊരി കളഞ്ഞു. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് മൊത്തത്തിലുള്ള ബ്രേക്കിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തത്. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞു, എല്ലാം ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കണ്ട പക്കയായിട്ട് വർക്കിങ്. നമുക്ക് ഇത് മൂവിങ് ബെഞ്ചും ഇപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ്. മൂവിങ് ബെഞ്ചിൻ്റെ ഒരു സൈസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. എത്ര ഇതായിട്ട് ഒരു വിരലുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ക്ലോസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ലെഗ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.